അവിടെ ഇരുന്ന ആ കൂട് ഒരു ആക്രമിച്ചിന് വല്ല അവസ്ഥയെ നമുക്കറിയത്തില്ല. നമ്മളതൊന്ന് നോക്കുകയാണ്. അവിടെ നമ്മൾ നേരത്തെ ഇരുന്ന കൂടാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്നും അറിയണം. വരാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു റാണിയെ ആക്രമിച്ച് കീഴ്പ്പെടും. ഇത് ഡബിൾ ഡെക്കറാണ്. നമുക്കിവിടെ മുകളിൽ ഹണി ചേമ്പറാണ്. അതാ നമ്മൾ വെച്ചത് 1/4/26 നമ്മൾ ഇങ്ങോട്ട് വെച്ച കൂടാണ്. മുകളിൽ ഹണി ചേമ്പർ വെച്ചിട്ടാണ് 1.5 മാസമായിട്ടുണ്ട്. അപ്പം അന്ന് മുട്ടയുണ്ടായിരുന്നു. ആ മുട്ട വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പം അവർ എത്രമാത്രം വിരിഞ്ഞിറങ്ങി എന്താണെന്ന് അറിയാമില്ല. പക്ഷെ പുറത്തുനിന്ന് വന്ന ഈച്ചകൾ ഇവരെ ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടിൻ്റെ താഴെ കുറച്ച് ഈച്ചകൾ ചത്ത് കിടപ്പുണ്ടായിരുന്നു. അത്ര ശക്തമല്ലാത്ത കോളനി ആയതുകൊണ്ടാണ്. പുറത്തുനിന്ന് വരുന്ന കോളനി പിരിഞ്ഞു വരുന്നവർ ശക്തമാണെങ്കിൽ ആ കൂട് ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അപ്പം എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ കൂട് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ കഴിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ അറിയാം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഒരു കുഴപ്പമില്ല. നമ്മൾ ഹണി ചേമ്പറാണ് ഇവിടെ ഒരു ഹണി വെച്ച് കൊടുത്താൽ. പക്ഷേ ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പം മുകളിലേക്ക് വന്ന് ഇവർക്ക് വയ്ക്കാൻ വേണ്ടിയാണ്. അവരത് അടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ അപ്പോൾ അടുത്തുകൂടി നമുക്ക് തുറന്ന് നോക്കാം എന്താണ്. ഹണി ചേമ്പർ അവർ അടച്ച് കളഞ്ഞു. മുകളിലേക്ക് കയറി വരാനുള്ള ഹോൾ അവർ അടച്ചു. നമുക്ക് ഇവിടെ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് അതുകൂടി ഒന്ന് അയച്ചു നോക്കാം. എങ്ങനെയാണെന്നറിയില്ല. അവർ ശക്തമായിട്ട് പുറത്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നമുക്ക് പതിയെ തുറന്ന് നോക്കാം. ഒരു നല്ല കാര്യമായിട്ട് സൈഡൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അവസ്ഥ. മുട്ട ഇതാണ്. മുകളിലേക്കൊരു ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നോക്കട്ടെ. റാണി ഈച്ച കാണുന്നില്ല. റാണി ഈച്ചയെ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പുറത്തുനിന്ന് വരുന്ന ഇത് മുട്ടയാണ്. ഇത് മുട്ടയിടാനുള്ള കപ്പാണ്. പുതിയ കപ്പുകളാണ് ഈ കാണുന്നത്. ഇതിനകത്താണ് മുട്ട. അപ്പോൾ റാണി ഈച്ചതിനകത്തുണ്ട്. തേൻ വെച്ച് തുടങ്ങിയിട്ടാണ് തേൻ പുതിയ തുടങ്ങിയിട്ടുണ്ട്. ഇല്ലല്ലോ. ഒരു പക്ഷേ ഇതിൻ്റെ അടിയിൽ അവിടെ ഇതിനകത്ത് ആക്രമിച്ചിട്ടുണ്ടെന്ന കാര്യം 100% ഉറപ്പാണ്. കാരണം എന്താ, ഈച്ച ചത്ത് കിടക്കുന്നു പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണം ചത്ത് കിടക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം ചത്ത് കിടക്കുന്നുണ്ട്. അപ്പം ഇവർ കയറിയിട്ടുണ്ട്. വേറെ ഈച്ചകൾ പുറത്ത് വന്നവർ ഈച്ച കയറിയിട്ടുണ്ട്. അത് രണ്ടുണ്ടോ. അപ്പോൾ ശക്തമല്ലാത്ത കോളനി ആയതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നവർ ആക്രമിച്ചു. കാര്യം ഇതിനകത്ത് മുട്ടയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തേനും പൂമ്പൊടിയൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് വന്നവർ ഏറ്റവും കൂടുതൽ ആദ്യം ചൂസ് ചെയ്യുക അതായിരിക്കും കേട്ടോ. അപ്പോൾ റാണി ഈച്ച ഇതിനകത്തുണ്ട്. നമ്മൾ കണ്ടു. പക്ഷെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഒരു പക്ഷേ നമ്മളത് അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ ഈ കോളനി അവർ നശിപ്പിച്ച് കളയും. അവിടെ നിന്ന് മാറ്റിയാണ് ഇത് അങ്ങനെ ആക്രമിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടുകൊണ്ട് ഭാഗ്യം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നശിപ്പിച്ച് കളഞ്ഞാൽ നോക്കട്ടെ. അതിനിടയ്ക്ക് റാണീച്ച കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കാണിക്കാം. അതാ അവിടെ ഉണ്ട്. ഇതാ വരുന്നു റാണീച്ച. ഇതാണ് റാണീച്ച. കണ്ടോ, അതിനടിയിലേക്ക് പോയി. അതാ ഇവിടെ ഉണ്ട് റാണീച്ച. അതാ വരുന്നതാണ് റാണീച്ച. അപ്പോൾ എന്തായാലും റാണീച്ച നമുക്ക് നഷ്ടപ്പെട്ടില്ല. പക്ഷെ നമ്മളത് ഈ കൂട് അവിടെ നിന്ന് മാറ്റുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഫ്രണ്ട് ഹോൾ അടച്ച് തൽക്കാലം ഒരു ദിവസത്തേക്ക് നമ്മൾ വയ്ക്കാം. അതിന് ശേഷം പക്ഷെ പുറത്ത് പോയിട്ടുള്ള ഈച്ചകൾക്ക് ഇവരുടെ തന്നെ കൂട്ടിൽ നിന്ന് തേൻ എടുക്കാനൊക്കെ പോയിട്ടുള്ള ഈച്ചകൾക്ക് തിരിച്ചു വരുമ്പോൾ കയറാൻ